ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 59 ഡേ 58 ഫാമിലി എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ബിന്നി ആൻഡ് ഹസ്ബൻഡ് ഇന്നലെ രാത്രി മുതൽ അവരെ തുരത്തിയ നെവിൻ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതേ വെറുപ്പിക്കൽ, ആ മലങ്കൾട്ട് സാധനം ഇങ്ങനെ കണ്ട് ഭ്രാന്തായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ നിർബന്ധമായിട്ട് ചോദിക്കട്ടെ, ഇവന് എന്തിന്റെ കാണാന്നല്ലേ മനസ്സിലാവില്ല മനുഷ്യന്. ഒരു ഇത്രത്തോളം വെറുപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ എന്താണെങ്കിലും അവരുടെ കുറച്ച് അല്ലേ നല്ല മൊമെന്റ്സും, പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാരും വീട്ടുകാർ വന്നിട്ടും ഡയറക്റ്റ് സാധനങ്ങൾ ഇട്ടുകൊടുത്താ പോയെ. പക്ഷെ ബിന്നിന്റെ ഹസ്ബൻഡ് നൈസിന് ബിന്നിക്കും കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഒരിക്കലും പുറത്തുനിന്ന് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ കണ്ടപ്പോഴൊന്നും വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ബാക്കിയുള്ള ഓരോ ഫാമിലി കയറിയപ്പോഴും അപ്പോഴും ഇരുന്നപ്പോൾ ജാസ്മിൻ മൂസ കയറിയപ്പോഴൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അതൊന്നും ഇല്ലാതെ തന്നെ നൈസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൂബിന് ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അതൊക്കെ ഈ പറഞ്ഞ ബിന്നിക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് അക്ബറിന്റെ ഫാമിലി വരുന്നു, സാബുമാന്റെ ഫാമിലി വരുന്നു, ആദിലയുടെ ഫാമിലി വരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞു. അപ്പൊ ഞാനും സത്യത്തിൽ വിചാരിച്ചു അന്നപ്പോ അങ്ങനെ ഒരു ടോക്ക് എല്ലാരും വിചാരിച്ചു. പിന്നെ ബിഗ് ബോസിന്റെ കളി ഏത് നൂറയ്ക്കും ഒരാൾ വരുന്നുണ്ട്. അപ്പൊ നൂറയുടെ മനസ്സിൽ സത്യത്തിൽ എന്താ തോന്നുക, ആദിലേന്റെ ഒരാൾ നൂറേന്റെ ഒരാൾ, ഓബിയസ്ലി ഒരു ഫാമിലി എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചു കാണും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അത് ഭയങ്കര സങ്കടപ്പെട്ട സീനായിരുന്നു. വീട്ടിൽ നിന്ന് ആരും വരാത്തത് അവര് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആ കാര്യമായിരുന്നു. ബട്ട് എന്നാലും ദിയാസനാണെങ്കിലും ദിയ ചേച്ചി ആണെങ്കിലും ജാസ്മിൻ മൂസ ആണെന്നുണ്ടെങ്കിലും അവർക്ക് വീട്ടുകാരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അതുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർ കാണുമ്പോഴുള്ള സ്നേഹം അവരുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അല്ല, അതിന് മുമ്പ് നമ്മുടെ അക്ബറിന്റെ ഉമ്മയും വൈഫും ആണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവര് അക്ബറിന്റെ ഉമ്മ വന്നത് മുതൽ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ലൈവിൽ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ വൈഫ് പക്ഷെ അങ്ങനെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നല്ലാതെ വേറെ അങ്ങോട്ട് അവര് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കണ്ട. അക്ബർ ചോദിക്കുന്നുണ്ട് നിന്റെ റിയാക്ഷൻ ചാനൽ പല സാധനങ്ങളും ചോദിക്കുമ്പോൾ മുപ്പത്തിയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അതിന് വിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുള്ള സാധനങ്ങൾ ഒരു മോട്ടിവേഷൻ മാതിരി അക്ബറിന്റെ വൈഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ ഉമ്മ ഈ എന്തിനാ ബീൻ ബാഗിലിരിക്കുന്നത്, ഈ എന്തിനോട് ആടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അക്ബർ ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് കഴിഞ്ഞല്ലോ, ഇവിടുത്തെ അവസ്ഥ അറിയാഞ്ഞിട്ടാ ഇവിടെ മൊത്തം പ്രശ്നം, ഇവിടെ ആകെ സീന. അക്ബർ നിങ്ങളൊരാഴ്ച അവിടെ നിൽക്കുക മനസ്സിലാവും, ഫുഡില്ല ഉമ്മ, പ്രശ്നമാണ് ഉമ്മ. അക്ബർ ആ ലൈനായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മനുഷ്യനെ അനുഭവിക്കുന്ന മനുഷ്യനെ അറിയൂന്ന് പറഞ്ഞിട്ട് അക്ബർ അങ്ങനെ ഒരു സൈഡിൽ കൂടി. ആക്ച്വലി അക്ബറിന് കൃത്യമായിട്ട് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1-2 സീനില് അക്ബറിന്റെ വൈഫും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട് അക്ബറിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ദിയ ചേച്ചിയും നമ്മുടെ ജാസ്മിൻ മൂസയും വന്നത്. ഇവര് നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലൈവിന്റെ പോർഷൻസ് ഞാൻ ഇവര് കയറിയപ്പോൾ കുറച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ കംപ്ലീറ്റ് ലൈവ് പോർഷൻസ് കിട്ടി. ഞാൻ കണ്ടത് ഒരു അരമണിക്കൂറിന് മുകളിലുള്ള ക്ലിപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വാരിക്കോരി എല്ലാവരുടെ കാര്യം അതിലനോർക്കും കൊടുത്തിട്ടുണ്ട്. ഈവൻ മണി ബാഗിന്റെ അടക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവര്. മറ്റേ പേഴ്സിനകത്ത് ഇങ്ങനെ പേഴ്സണൽ സാധനം പിന്നെ മറ്റേ ഇതൊക്കെ അതിലൊക്കെ മനസ്സിലായോ. അതായത് രണ്ടിലേതെങ്കിലും ഒരാൾ മണി ബാഗ് എടുത്തിട്ട് പോകുന്നു എന്നുള്ള സംഗതി. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഇപ്പൊ അനീഷിന്റെ കേസിലാണെങ്കിലും എല്ലാവരുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഓരോന്നായിട്ട് കൃത്യമായിട്ട് കൺവേ ചെയ്ത് ഇട്ട് കൊടുത്ത പോലെ തന്നെയാണ്. ഓക്കെ, അതിനാണ് നമ്മുടെ ആര്യന് ഹ്യൂമാനിറ്റിന്റെ കാര്യം പറഞ്ഞത്. ആര്യന്റെ സീൻ എന്താ വെച്ചാൽ ഹ്യൂമാനിറ്റീന്റെ കാര്യം പറഞ്ഞത് ആര്യന് മനസ്സിലായില്ല, അതൊരു സർക്കാസമായിരുന്നു തോന്നുന്നു. അതായത് നീ എന്താ പഠിച്ചിരിക്കുമ്പോൾ ഹ്യൂമാനിറ്റി അറിയുമ്പോൾ ഇവിടെ നിനക്ക് ഹ്യൂമാനിറ്റിനോടാണല്ലോ ഇഷ്ടം കൂടുതൽ, അതായത് ജിസേലിനോടാണല്ലോ ഇഷ്ടം കൂടുതൽ എന്നുള്ള സ്കീമാണ് ഇട്ടത്. ആര്യനത് ഇവിടെ അല്ല അവിടെ അടിക്കണ്ടേന്ന് പറഞ്ഞു. പക്ഷെ ആര്യന് പൊളിയ ഒരു കാര്യമുണ്ട്, വന്നവരും പോയവരും. അതായത് ആദ്യം ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് വന്ന ശോഭ, ഷിയാസ് മുതൽ എല്ലാവരും, ഇപ്പൊ ഈ വന്ന ജാസ്മിൻ ആണെങ്കിലും ദിയ ചേച്ചി ആണെങ്കിലും ഒക്കെ ആര്യൻ ഗിസയിൽ ആ ഒരു കോംബോ സാധനത്തിന്റെ മുകളിൽ ഈവൻ
വൈൽഡ് കാർഡ്സ് വന്നത് മുതലും ഇതേ ഒരു കോംബോ ആണോ അല്ലേ എന്നുള്ളൊരു സംഗതിന്റെ മുകളിലൊക്കെ അതും അങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവര്. ഇപ്പൊ അവർക്ക് അത് എന്ത് ചെയ്തു, ഒരു പോയിന്റിൽ അവർക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് മനസ്സിലായി രണ്ടുപേരും. ലേറ്റർ ഓൺ നമ്മളെ എപ്പിസോഡിൽ കണ്ടവരുടെ ഒരു മറ്റേ നാടകം ഉണ്ടല്ലോ, അതായത് ഗിസേൽ അവിടെ പോയിരിക്കുമ്പോൾ ഒനിയിലും ബാക്കിയുള്ളവരും ഇങ്ങനെ ഗിസേലിനെ പ്രൊവോക്ക് ചെയ്യണു, ലക്ഷ്മീൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നതിനെ കുറിച്ചുള്ള വർത്താനങ്ങൾ, പിന്നെ അതിനുശേഷം ഒരു ടോയ്ലറ്റിൽ പോയിട്ടുള്ള വർത്താനങ്ങൾ, ഇത് 8ഉം പൊട്ടുമായിട്ട് കണ്ടതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പിടുത്തം കിട്ടണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ പറയാം, ഇവർ ഗെയിം ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് കുറച്ച് മുമ്പ് തന്നെ ഡിസൈഡഡ് ആണ് ഇവർക്ക്. ഈവൻ നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ ചലഞ്ചേഴ്സ് വന്നപ്പോൾ തന്നെ ഇവർ ഉറപ്പിച്ചിട്ടുണ്ട്, കാരണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ക്ലിയർ കട്ടായിട്ട് ക്ലൂ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഇനി ഇവരുടെ വീട്ടുകാരും കൂടി വരുമ്പോഴത്തേക്ക് ഇവർക്ക് അത് കൃത്യമോ അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ എന്ത് കണ്ടത്. ഗിസയിൽ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന് പറയുന്നു, ഇവൻ ആര്യൻ അടിക്കുന്നു. അങ്ങനെ ഇത് വേറൊരു നാടകമാണ്, ഇത് വേറൊരു നാടകം. കാരണം ഇവർക്ക് ഇപ്പൊ ഒരു റീസൺ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവർക്ക് സെപ്പറേറ്റഡ് ആവണം എന്നുള്ളൊരു സംഗതിന്റെ മുകളിൽ ഇത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന, അല്ലെ, എനിക്കതാണ് പേഴ്സണലി രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് മാറുന്ന ഒരു ഐറ്റം പോലെയാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് വന്നു. ഒബ്വിയസ്ലി പറഞ്ഞ പോലെ വന്ന് ചോദിച്ച ചോദ്യത്തിന് മുകളിൽ ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ളത് ആര്യന്റെ പ്രൊവോക്ഡ് ആയതുകൊണ്ടാണ് ആര്യം മാറി നിന്നിട്ട് നിങ്ങൾ ഇതിലല്ലേ ഫാമിലി വീക്ക് അല്ലേ വന്നിട്ട് ചലഞ്ചേഴ്സ് അല്ലല്ലോ ഇവരെന്തിനാ ഇങ്ങനെ പറയണ അങ്ങനെ പറയണെന്ന് വെച്ചിട്ടുള്ള പരിപാടികളുണ്ട്. ആര്യന്റെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വൽ കണ്ടന്റ് ബിന്നി റൺ ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം, അടുക്കള, ബിന്നി, അനീഷ്. ഏറ്റവും രസം നൂബിൻ അവിടെ ഇരുന്ന് ചിരിക്കണായിരുന്നു. അതാ ഞാനിപ്പോ സായിനോട് പറയാച്ചാൽ, ഞാൻ അന്ന് ബിഗ് ബോസ് കയറിയ സമയത്തും അന്ന് ഞാൻ കണ്ടത് ഒരു ഈവനിങ്ങില് സ്പോൺസർ ടാസ്ക് ഇറക്കിയിരുന്നു. അതിൽ ഞാനൊക്കെ കാണായിരുന്നു. അതില് നോറയും ശ്രീതും കൂടി ഭയങ്കര അടി. ഞാൻ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയാ വന്നു. കാരണം അതേ അവസ്ഥയിലാണ് നോബിനും. അവിടെ കണ്ടിട്ട് എന്തൊക്കെയോ അടിയിറക്കണം, ഇവർ ഇങ്ങനെ ചിരിക്കുക. എന്താ ഇതൊരു റിയൽ വേൾഡില് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലലും അടിയും കച്ചറയും ഇല്ലല്ലോ. അവിടെ എല്ലാം കണ്ടന്റാണ്, എല്ലാം കച്ചറ ആയതുകൊണ്ട് അവിടെ എന്ത് പറഞ്ഞാലും അവിടെ സർവൈവ് വേണമെങ്കിൽ ഈ സംഗതി വേണം എന്നുള്ളത് പലരും പഠിച്ചു വെച്ച് വന്നതുകൊണ്ടും അതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യണേ ഈ കച്ചറ, വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കച്ചറ കൂടുന്നത്. നോബിനാണല്ലോ മിണ്ടാതിരുന്നത്, ഫുള്ള് ഇങ്ങനെ നോക്കിയിരുന്നത്. ബിന്നിന്റെ സൈഡും പറയാൻ പോയിട്ടില്ല, അപ്പത്തെ സൈഡും പറയാൻ പോയിട്ടില്ല, അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നു. അതിന്റെ കാര്യമില്ല, ആവശ്യമില്ലല്ലോ. അതിന്റെ ഇടയിൽ ലക്ഷ്മി പോയിട്ട് നൈസായിട്ട് ഇട്ട് കൊടുത്ത്, ഇത് ഗിസൈലിന്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഐറ്റം പോയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ഇപ്പോ ലിറ്ററലി സാബുമാൻ വേർഷൻ 2 ആയി മാറുകയാണ്. രണ്ടുപേരും ഒരുപോലെയാണ്, പ്രത്യേകിച്ച് രണ്ടാളെയും കാണുന്നില്ല. രണ്ടാളെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും ഒപ്പമാണ്. അല്ല, ഒന്നും ചെയ്യൂല, ഒന്നും പറയൂല, ആരും മൈൻഡും ചെയ്യില്ല. അതാണ് രസം. ആരെന്ത് പറഞ്ഞാലും അറിയണ്ട. അക്ബർ അവളുടെ അടുത്ത് പോയി നിക്കണ്ട, മാറി നിൽക്കാറുണ്ട്. ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല, ബിഗ് ബോസ് മൈൻഡ് ആ രീതിയിൽ സൈഡാക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാബുമാന്റെ ഫാമിലി വന്നു. സാബുമാന്റെ ഫാമിലി വന്ന് സാബുമാൻ ടാസ്ക് ഒക്കെ ചെയ്ത് ഫാമിലിനായിട്ട് സെറ്റപ്പ് ആയ സമയത്ത് നെവിൻ്റെ വെറുപ്പിക്കൽ വീണ്ടും, അത് നിങ്ങൾ എന്താണെങ്കിലും എപ്പിസോഡ് കണ്ടു കാണും. ഇവനെ എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ നെവിന് എന്തിനാണ് ഇത്രയും, അല്ലേ, ഒരു പ്രൈവസി അവർക്ക് കൊടുക്കാതെ അവരെ പിന്നാലെ നടന്ന് തുരത്തി അവര് കിടക്കണോടത്തോ അവരിയ്ക്കണോടത്തോ ബാക്കിയുള്ളവരും കൂടി പറയാൻ തുടങ്ങി. എല്ലാവരും പറയാൻ തുടങ്ങി. അരോചകവും ശല്യം അല്ലേ കാണിക്കുന്നത്. ന്യൂബിന് ഇറങ്ങി പോകാൻ നേരത്തെ ചിലപ്പോ എന്ത് പറയുന്നറിയോ, ചീത്തി വിളിച്ചിട്ട് പോകും. തോന്നുന്നത് ഈ പോക്ക് കൊണ്ടിട്ട് അങ്ങനെ തോന്നണ. എന്താണെങ്കിലും അതൊരു സൈഡിൽ വെറുപ്പിക്കല്ല. അതിന് പോകുമ്പോഴാണ് പിന്നെ എപ്പിസോഡിൽ ഗിസൈലിന്റെ ഇത് കാണിച്ചത്. ഗിസൈൽ, അക്ബർ, ഷാനവാസും ലക്ഷ്മിനെ കുറിച്ചൊക്കെ പറയുന്നത്. ലക്ഷ്മി ആര്യൻ ഉറക്കം വന്നപ്പോ അവിടെ പോയി കിടന്നുറങ്ങി, അപ്പൊ നീ മാറിപ്പോവാൻ പറഞ്ഞില്ല. അതായത് ഇത് വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ എല്ലാ സാധനവും അല്ലേ, അങ്ങനെയാണ് തോന്നുന്നത്. അതായത് അല്ല, അതെന്താ വിഷയം എന്നറിയാം, എന്തെങ്കിലും ഒരു റീസൺ വേണം ആർക്ക്, ലക്ഷ്മിക്ക് ആര്യൻ ഗിസൈലിന് ഒന്ന് മാറാൻ. എന്തെങ്കിലും ഒരു റീസൺ വേണം ആര്യന് ഗിസൈലിൽ നിന്നും മാറാൻ. അത് കൃത്യമായിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഗിസൈലിന് ഇട്ടുകൊടുത്തു. ഗിസൈൽ അത് പോയി ആര്യനും ഇട്ടുകൊടുത്തു. അതങ്ങോട്ട് ക്ലീനായി, അവർക്കാണ് സമാധാനമായി. അത് രണ്ടുപേർക്ക് ആവശ്യമുള്ള ഐറ്റം തന്നെ കിട്ടി. നെവിന്റെ കാര്യം പറഞ്ഞപ്പോ നെവിൻ ഈസ് സച്ച് പറഞ്ഞപ്പോ അക്ബറിന്റെ മുഖം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സ്വീറ്റ് ഹാർട്ട് പേഴ്സൺ പറഞ്ഞപ്പോ ഉള്ള സാധനം. പിന്നെയാണ് മട്ടനടി. അതായത് ഇന്നത്തെ തൂക്കാൻ തുടങ്ങിട്ടോ, അന്നുമോള് തൂക്കാൻ തുടങ്ങി.
ഇന്നലെ അനുമോള് സദാചാര ലൈനിലേക്ക് കയറി, ഇന്ന് കരച്ചിൽ ക്രൈമോൾ ഈസ് ബാക്ക്. അടുക്കളയിലെ ഭരണാധികാരി, അടുക്കളയിലെ പാർട്ടീഷൻ വെപ്പുകാരി. പുറത്തിറങ്ങിയാലും അനുമോള് ജീവിക്കുന്നുണ്ടോ? ഈ സ്ഥലം മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ പാർട്ടീഷൻ ചെയ്യാനൊക്കെ, അങ്ങനെയൊക്കെ സർവേറൊക്കെ ആയിട്ട് പോകാൻ പറ്റും, വീതിച്ച് കൊടുക്കാൻ പറ്റും. ഫുഡിന്റെ കാറ്ററിംഗ് പരിപാടിക്ക് പോവാണെങ്കിൽ അതായത് അനുമോൾ ഈസ് ബാക്ക്, ക്രൈമോൾ ബാക്കായി. സംഗതി ബിരിയാണിയിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ്. മട്ടൻ ബിരിയാണി ചേച്ചി സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്താ എന്തായി കണ്ടന്റിന് വേണ്ടിട്ട് സംഗതി അനുമോൾ അവിടെ എല്ലാവർക്കും വീതി വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആര്യൻ്റെതായിട്ടുള്ള പരിപാടികൾ തുടങ്ങി. ആര്യനായിന്ന് എന്ത് ചെയ്തു, കുറേ ഇങ്ങോട്ടായപ്പോഴത്തേക്ക് പീസ് എടുത്തിട്ട് അടിച്ചു മാറ്റി ഓടി. ഷാനവാസ് ഇപ്പം എല്ലാവരെയും കൂട്ടത്തിൽ കൂടി, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി എന്ന രീതിക്കാണ് ഷാനവാസിന്റെ കളി. ഷാനവാസ് വെറുതെ വിടും, ഷാനവാസും പോയി. ഷാനവാസും ആര്യനും കൊണ്ടുപോയി. ആര്യം കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നു അനീഷ് കണ്ടിട്ടില്ല. അനീഷ് കൂടുതൽ ഈ ഷാനവാസിന്റെ സൈഡ് മാത്രം കണ്ടിട്ടാണ് തോന്നുന്നു. അവിടുന്ന് അനീഷ് മൊത്തം ഇല്ല, ഷാനവാസെ നീയാണെന്നുള്ള ഐറ്റം എടുത്ത് തുടങ്ങിയത്. അങ്ങനെ അത് വൻ അടിയായി. അടി ഇൻ ദ സെൻസ് അത് ഭയങ്കര, അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അവരെടുത്ത് കൊണ്ടുപോയി, കാരണം അവരെ വിശന്നിരുന്ന് കിട്ടുന്ന സാധനം അതുണ്ടോ ഒരു കാര്യം. കുറ്റം പറയാൻ പറ്റില്ല. പ്രായം അല്ലെങ്കിൽ ഒരാളുടെ പക്വത അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഞങ്ങളൊക്കെ അതിലേറെ വലിയ അടിയിരുന്നു. ഉള്ള സാധനം കഴിഞ്ഞിട്ട് കുറച്ച് പിച്ചത് ആക്രാന്തി അതിലാണ് ഈ അനുമോൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. പ്രാഗണം അവിടെ പോയിരുന്നിട്ട് പട്ടിണി കിടക്കും അവനൊക്കെ. ഫുള്ള് തെണ്ടും ഫുഡിന് വേണ്ടിട്ട് എന്തൊക്കെയാ പറയണത്. ചെറ്റത്തരന്നേ പറയുള്ളൂ അനുമോളോ പറയുന്ന വർത്താനൊക്കെ. അതായത് അയാൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ അനുമോക്ക് ചിലപ്പോ ഇത്ര ഫുഡിന് മുകളിൽ ജീവിക്കാൻ പറ്റുമല്ലെങ്കിൽ അത്ര എന്താ പറയാ ഭയങ്കരമായിട്ട്. ഈ പറയുന്ന അനുമോളും പല സമയത്ത് ഫുഡും സാധനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകലും ഫുഡ് കഴിച്ചിട്ട് ചോദിക്കലും പറഞ്ഞ് തന്നെ മാറ്റി പറയലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനുമോള് ഇങ്ങോട്ട് നന്മ മരത്തിന്റെ ഏറ്റവും വക്കത്തെത്തി നിൽക്കുന്ന ഇമാതിരി വർത്താനങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ. അവർക്ക് അത് സ്വാഭാവികമാണ്, കണ്ടറിയാം. അവർക്ക് വിശന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് എടുക്കുന്ന സാധനം ആക്രാന്തം പറഞ്ഞാൽ ആക്രാന്തം തന്നെയാണ്. ഇവള് പറയാ ഇവരൊന്നും ഭക്ഷണം കണ്ടിട്ടില്ല, എന്തിനാ അങ്ങനെ ആക്രാന്തം കാണിക്കുന്നത്. അവർക്ക് ആക്രാന്തം ഉണ്ട്, കാരണം ഫുഡ് ഇട്ടാത്ത സ്ഥലമാണത്. പിന്നെ ഇങ്ങനെ കാണിക്കുന്നതിന് ഒന്നും തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ അനുമോള വക ആ കണ്ടന്റ് ലൈൻ ഇങ്ങനെ തുടങ്ങി പിടിച്ച് പിന്നെ അവിടെ അടിയായി. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ അനീഷും ഷാനവാസും തമ്മിൽ എന്തായിട്ടുണ്ട്. അതായത് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഷാനവാസെ നീയാണ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ അത് ആർക്കും പറ്റണില്ല. ഷാനവാസിന് ഒട്ടും അത് പറ്റണില്ല. ഷാനവാസിന് അത് തീരെ ദഹിച്ചിട്ടില്ല ആ പരിപാടി. ഓക്കെ, അനീഷ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാനവാസിന് ദഹിക്കാതെ ആയപ്പോൾ ഈ ഒനീലും അക്ബറും ഷാനവാസും കൂടി മാറിപ്പോയിരുന്നു പറഞ്ഞ കുറച്ച് ടോക്ക് ഉണ്ട്. ഞാൻ അവിടെ വയ്ക്കാം. അത് അവൻ പിടിക്കുന്നൊരു ഗെയിമുണ്ട്. അത് അവൻ ഫസ്റ്റ് ക്യാപ്റ്റൻസിൽ വന്ന് കണ്ട് അവൻ പറഞ്ഞ എന്താ, ഞാൻ മികച്ച ക്യാപ്റ്റനാണ്, ഞാൻ നല്ല ക്യാപ്റ്റനായിരുന്നു. പക്ഷെ ഇവിടുത്തെ 21 പേരുണ്ടെങ്കിൽ 20 പേരുണ്ടെങ്കിൽ 18 പേരും അവനെ വെച്ച് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത് വളരെ മോശമായിരുന്നു. അപ്പൊ മൂപ്പർ സ്ട്രാറ്റജിയാണ്. അതപ്പോ അത് ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യമുണ്ടാ. എന്താ പറഞ്ഞാണ് അനീഷ്, ഞാനൊരു ഫണ്ണായിട്ട് കണ്ടിട്ടുള്ളൂ പറഞ്ഞിട്ട് ലാലേട്ടൻ മുമ്പിൽ വിളിച്ചിട്ട് ലാലേട്ടൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആള് പ്ലേറ്റ് മാറ്റി. അനീഷ് ലോക അവസരവാദിയാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആണല്ലോ. അനീഷ് നമുക്ക് ആർക്കറിഞ്ഞൂടാ. അല്ല അപ്പൊ അനീഷ് കാണിക്കണ അതേ കളിയാണ് പിടിച്ചോണ്ട് അങ്ങനെ അനീഷ് കാണിക്കണ അതേ കളിയാണ്. അനീഷേട്ടൻ ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അനീഷേട്ടൻ അതിനകത്ത് ഇടാ കിടന്നുറങ്ങിയിട്ട് അല്ല നമ്മളെല്ലാരില്ലേ കിടന്ന് ടാസ്കിനകത്ത് കിടന്നുറങ്ങിട്ട് ഉറങ്ങിയിട്ടില്ല. അത് അയാളുടെ രീതിയാണ്. ദിവസം മൊത്തം കിടന്നുറങ്ങിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ മാത്രമല്ല വേറെ കള്ളം പറയില്ല. അതായത് ജാസ്മിൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞത് ലൈവ് പറഞ്ഞ കാര്യമാണ്. അതായത് Day 1 മുതൽ അനീഷ് പിടിക്കുന്ന ഒരു പാറ്റേൺ പല സീസണിൽ പല ആളുകളും പയറ്റി തെളിഞ്ഞൊരു പാറ്റേൺ ആണ് എന്നുള്ള സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ ഷാനവാസിന്റെ കുരുട്ടുകൾ കണ്ട. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഷാനവാസിന് ഇന്ന് പൊള്ളിയത് എവിടെയാ? അനീഷ് ഷാനവാസിന് ആ ഫുഡ് എടുത്തതിന്റെ കാര്യത്തിന്റെ മുകളിൽ പറഞ്ഞു എന്നുള്ളതിന്റെ മുകളിലാണ് ഇന്ന് എപ്പിസോഡിൽ നമ്മളത് കണ്ടതാണ്. ഷാനവാസ് ഭക്ഷണമൊക്കെ ഇട്ടിട്ട് പോയി, ഇന്ന് ഇജ്ജാണ് കഴിച്ചാളാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഉന്തി തള്ളിപ്പോയതാണ്. ഇത് ഷാനവാസിന് മനസ്സിനകത്തുണ്ട്. ഷാനവാസ് ഈ സാധനം പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണേ, അനീഷിന് ഈ
മാറിയിരുന്നിട്ട് അനീഷ് ഒരിക്കലും ഷാനവാസിനെ ഇങ്ങനെ മാറിയിരുന്ന് കൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഷാനവാസിനെ ഒട്ടും പറയില്ല. ഷാനവാസിനെ ഡിഫെൻഡ് ചെയ്യുക ബാക്കിയുള്ളവർ പറയുമ്പോന്നല്ലാതെ ബാക്കിയുള്ളവർ പറഞ്ഞാലടക്കം ഷാനവാസിനെ പറയാൻ ആരും വിടലില്ല, അനീഷ് വിടലില്ല. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഷാനവാസിന് അനീഷിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഗെയിമാണ്. ഗെയിമിലുപരി അയാൾക്ക് അതൊരു പ്യുവർ ഫ്രണ്ട്ഷിപ്പായിട്ടൊന്നും മാറിയിട്ടില്ല, മനസ്സിലായോ? അത് ഗെയിമാണ്, ഇറ്റ്സ് ജസ്റ്റ് ആ ഗെയിം. ഷാനവാസിന് അനീഷിനെ പൂട്ടണം, അതിന് വേണ്ടിയിട്ട് ആ ഗെയിം അങ്ങനെ എടുത്തു വെക്കും. ഇന്നിപ്പോൾ വേറെ ആരെങ്കിലും, ഇപ്പോൾ ബിന്നിനോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനീഷ് ഉണ്ടാക്കിയ കച്ചറ അറിയാം, ആദിലേനോട് ഉണ്ടാക്കിയ കച്ചറ നമുക്കറിയാം, ആര്യനോട് ഉണ്ടാക്കുന്ന കച്ചറ അറിയാം. അനീഷ് ഷാനവാസിനോടാകുമ്പോൾ മാത്രം ഒരു ലോ ടോണിൽ കുറച്ച് എന്താ പറയുക, ഒരു വേറെ രീതിക്ക് ഒരു ഫ്രണ്ടിനോട് നമ്മൾ കച്ചറ ഉണ്ടാക്കുക വലിയ എക്സ്ട്രീം ലെവലിൽ നമ്മൾ പോകില്ല. ആ രീതിയിലാണ് ഷാനവാസിനോട് ഇയാൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. പക്ഷെ ബാക്കിയുള്ളവരോട് ഇയാൾ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് വെറുപ്പിക്കും, ഉറക്കെ പറയും, അവര് പറഞ്ഞാൽ കേൾക്കാതിരിക്കും. ഇത് ഷാനവാസ് പറയുമ്പോൾ കേൾക്കണുണ്ട്. ഇയാൾ സത്യത്തിൽ ആ ലൂപ്പിൽ പെട്ടുപോയി, ഫ്രണ്ട്ഷിപ്പിന്റെ സ്ഥാനത്ത് പെട്ടു. ഷാനവാസ് പക്ഷെ അങ്ങനെയല്ല. ഷാനവാസ് അല്ല, മാറി ഇരുന്നിട്ട് ഷാനവാസിന് അത് പൊളിഞ്ഞു. ഷാനവാസ് അപ്പുറത്ത് പോയിരുന്നത് ആ കുറ്റം പറയുന്നത് ഷാനവാസും കൂടി കുറ്റം പറയും, ബാക്കിയുള്ളവർ കുറ്റം പറയുന്നത് ഷാനവാസ് കേട്ടുവരിക്കും. ഇത് തന്നെയാണ് ജിഷിൻ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്റർവ്യൂ പറഞ്ഞത്. നല്ല ഫ്രണ്ട്സാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഷാനവാസ് ആക്ച്വലി ഇതല്ല, വേറെ ഷാനവാസ് ആണ് ശരിക്കുള്ള ഷാനവാസ്. ഇപ്പൊ അകത്ത് നിൽക്കുന്ന ഷാനവാസ് ഫേക്ക് ആണോ? ആണോ? അപ്പൊ ശരിക്കുള്ള ഷാനവാസ് എന്താ? ശരിക്കുള്ള ഷാനവാസ് സ്ട്രേറ്റ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അനീഷുമായിട്ടുള്ള ബോണ്ടിങ് പറഞ്ഞില്ലേ, അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല. ഷാനവാസിന് ഒരു തരത്തിലും അവന്റെ അടുത്ത് ആക്ട്, അതൊരു ആക്ട് ആണ്. അനീഷ് സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ട് അനീഷിനെ കൂടെ പോയി ആയിരിക്കാം, യെസ്. പിന്നെ ആദില നൂറ പറയുന്ന കമ്മ്യൂണിറ്റി, അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ അവരുടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ഷാനവാസ് അവരെയും സപ്പോർട്ട് ചെയ്ത് പെങ്ങളെ കുട്ടികൾ. ആക്ച്വലി ഷാനവാസ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഷാനവാസ്, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിപ്പോ ഈ ജിത്തുബായിനെ പോലുള്ള കുറെ ആളുകൾക്ക് ഇതുകൊണ്ട് ഡൈജസ്റ്റ് ആവണില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അനീഷിന്റെ ഭാഗത്തുനിന്ന് ഷാനവാസിനോടുള്ളത് എന്താ പറയാ, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മെത്തേഡാണ്. പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഗെയിം. അയാൾ എല്ലാവരോടും വെച്ചൊരു ഫ്രണ്ട്ഷിപ്പ് ലൈനിന്റെ മുകളിൽ വെച്ചിട്ട് പോയ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ അനീഷിന് ഒരിക്കലും കുറ്റം പറയില്ല, അതൊക്കെ വിട്ടിരുന്നത്. ഇപ്പൊ അനീഷിനെ കുറ്റം പറയാൻ കൂട്ടു നിൽക്കുന്നുണ്ട്, അനീഷിനെ പോയി കുറ്റം പറയണു, മനസ്സിലായോ? എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് മാറ്റി പറയാം, ഞാൻ നിന്നെ അങ്ങനെ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്, നിന്നെ ഇങ്ങനെ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്, അങ്ങനെ ഇങ്ങനെ മാറ്റി പറയും ചെയ്യിച്ചേക്കായി. പിന്നെ ഒനീലും ആര്യനും തമ്മിലുള്ള ലൈക്ക് അത് ഒനീൽ പറയാൻ മാത്രം ഒരു ഉണ്ട അവിടെ ചെയ്തിട്ടില്ല. ആര്യനെ പറയാൻ മാത്രം ഒരു ഉണ്ട്. ഒനീലിന് ആകെ ഒരു കണ്ടന്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി മസ്താനിയും കൂടി കൊടുത്ത ആ ഒരു അതിലും കൂടുതൽ കണ്ടന്റ് ഒന്നും ഒനീലിനില്ല. ആര്യനെ വെച്ച് നോക്കുമ്പോ ഒനീലിന് ഒരു കോപ്പുമില്ല. ആരിന്റെ തട്ട് താന്ന് തന്നെ അവിടെ പോയിട്ട് ഒനീല് ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒനീലിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചി ഭാഷയിൽ നീ എന്തൊക്കെ സംസാരിക്കാൻ പറ്റും. ആര്യനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ടും, മനസ്സിലായോ, വൊക്കാബുലറി ശേഷം മലയാളത്തിൽ കുറവായത് കൊണ്ടും ലാംഗ്വേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ടും ചെങ്ങായിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒനീല് സംസാരിക്കുന്ന ലെവലിൽ ഇറങ്ങി വന്ന് സംസാരിക്കാൻ പറ്റില്ല. ഒനീലിന് തനി കൊച്ചി സാധനം എടുത്തിട്ട് എന്ത് ചെയ്യാ, കരമന പോവാൻ പറ്റും, മനസ്സിലായില്ല. ഷാനവാസിന്റെ ഗെയിമാണ്. അതായത് ഷാനവാസ് ശ്രദ്ധിച്ചോ, ഇന്ന് ഷാനവാസും ആര്യനും ഒന്നായി. ഏത് ഭക്ഷണം എടുത്ത കൂട്ടത്തില് ഓന് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഓനെ കൂട്ടുപിടിച്ചു. ഓനെ കൂട്ടുപിടിച്ചിട്ട് അക്ബറിന്റെ വായ അടപ്പിക്കണം. അതിനെന്ത് ചെയ്തു, അക്ബറും ആര്യനും കൂട്ടാണ് എന്നുള്ളത് പറഞ്ഞു കാണിച്ച് പരത്തി, മനസ്സിലായില്ലേ? നേരെ മറിച്ച് അക്ബർ ആര്യനോട് പറയുകയോ ഷാനവാസക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇക്കും കൂട്ടാവും, മനസ്സിലായോ? ഇത് ഇന്ന് ഇവ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ ആ ശ്രദ്ധ മാറ്റിച്ചു. അതായത് അക്ബർ ഒരു എന്താ പറയാ നന്മ കളിക്കണവനാണ്, ആര്യന്റെ ഭാഗം പറയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിക്ക് റൂട്ട് ഇയാൾ മാറ്റി വിട്ടു. പിന്നെ ലക്ഷ്മിന്റെ തമ്പുരാട്ടി വിളിയും ലക്ഷ്മിന്റെ തലയ്ക്ക് വിടും. കാരണം ലക്ഷ്മീനെ എന്തൊക്കെ ചൊല്ലും കാര്യമില്ല, ലക്ഷ്മി അവിടെ സാബുമാൻ 2 ആയിട്ട് ഇരിക്കുകയാണ്. ലക്ഷ്മിനെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ഇല്ല, അതാണ് രസമായി. ലക്ഷ്മിനെ എന്ത് പറഞ്ഞിട്ട് എല്ലാരും മൈൻഡ് അടിക്കുന്നില്ല, ലക്ഷ്മിനെ ആരും മൈൻഡ് അടിക്കില്ല. അങ്ങനെ വിട്ട ആ വഴിക്ക് പോവാണത്. അപ്പൊ അവിടെ പോയി കുറെ ചൊറിയുന്നുണ്ട്.
അങ്ങനെ ആകെ മൊത്തം അല്ലേ അവസാനമായപ്പോഴത്തേക്ക് എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക്. പിന്നെ അതിനിടയ്ക്ക് നെവിനും മറ്റേ പറയണ്ടായിരുന്നു അക്ബറിനെ മറ്റേ കഴുകനെ പറഞ്ഞപ്പോ അപ്പോൾ അക്ബർ സമാധാനായി, അക്ബറിന്റെ അല്ല ഷാനവാസിന് സമാധാനായി, അക്ബറിന്റെ പറയാൻ ഒരാളും കൂടി ആയല്ലോ എന്നുള്ളത്. പിന്നെ എന്തായാലും നമ്മളെ ക്രൈമോള് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഇങ്ങനെ കടി ഉണ്ടാക്കുന്നത് ഒരു നേരം ഭക്ഷണത്തിന് ചെണ്ടും നോക്കി ഒരു ദിവസം ഫുള്ള് ഒരു ഭക്ഷണത്തിന് വേണ്ടിട്ട് ചെണ്ടും. കഴിഞ്ഞ കൊല്ലത്തെ ജാൻമണിയാണെങ്കിൽ ഇപ്രാവശ്യം ലോകം ഇത് പ്രാഗിയിട്ട് ഈ പറഞ്ഞ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് എന്ത് കാര്യം ഞാൻ ആലോചിച്ചു. അല്ലെങ്കിൽ പിന്നെ കരഞ്ഞ് എന്തൊക്കെ എവിടേക്കെന്ന് കരച്ചില് സോഫയിൽ ഇനി കാണാനുള്ള കരച്ചിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഫാമിലി റൗണ്ട് വരുമ്പോൾ കരച്ചില്. അത് നിക്കാൻ പോണില്ല, മറ്റേ പൈപ്പ് തുറന്നു അതൊരു 1.5 കരച്ചിലാവും എന്തായാലും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ടാസ്ക് ഈ സീസണിൽ ജയിച്ചിട്ടില്ല. അനുമോൾ ഏത് ടാസ്ക് ജയിച്ചിട്ടില്ല? ഒന്നും ജയിച്ചിട്ടില്ല. എന്താണ് കളിക്കണം? എന്താ ടാസ്ക് സദാചാരം മാത്രം കളിക്കും. ഒരു ടാസ്ക് ജയിച്ചിട്ടില്ല. കണ്ടന്റ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ട്, കുറെ സദാചാരം ഉണ്ട്, അടുക്കള കണ്ടന്റ് ഉണ്ട്, കുറെ കരച്ചിലുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു ഏതെങ്കിലും ഒരു സീസണിലെ വിന്നേഴ്സ് ഇപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ 6 സീസൺ നിങ്ങൾ നോക്കുക, അതിലൊരു സീസൺ ഇല്ല, ബാക്കിയുള്ള സീസൺ നോക്കുന്നത്. എന്നാലും ആ സീസണിലെ പൊട്ടൻഷ്യൽ വിന്നർ ആവണമെന്ന് ആൾക്കാർ പറയുന്ന ആളെയൊക്കെ നിങ്ങൾ എടുത്തു പോയിക്കോ. ടാസ്ക് വരുമ്പോൾ എല്ലാവരും നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായി. കണ്ടന്റ് കൊടുത്തത് കൊണ്ട് മാത്രം ഒരാള് വിന്നർ ആവുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അതെങ്ങനെ ടോപ്പിൽ വന്ന് നിൽക്കണു എന്നുള്ളത് അവിടെയാണ് PR ഗെയിം. അല്ല അപ്പോഴും ഞാൻ പറഞ്ഞിട്ടെ ആൾക്കാർ പലരും ടാസ്ക് നോക്കണില്ല, അവരെല്ലാരും ഇമോഷണലി. ഈ സീസണിലെ ഏറ്റവും വലിയ ഫെയിലിയർ അവിടെ ഉണ്ടായത് ഈ സീസണിൽ മാത്രമല്ല പൊതുവെ ഞാൻ പറയാനേ. ഞാൻ പറഞ്ഞ എല്ലാ സീസണിലെ ആൾക്കാരും സാബുമോൻ നല്ല ടാസ്ക് കളിച്ചിട്ടുണ്ട്. സാബുമോൻ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സീസൺ വന്നിട്ടില്ല, തേർഡ് സീസൺ മണിക്കുട്ടൻ ബ്രില്യന്റ് ആയിട്ട് ടാസ്ക് കളിച്ചിട്ടുണ്ട്. അവസാന സമയത്ത് പേര് വന്നപ്പോ മറ്റേ വോട്ടിംഗിൽ കയറി. പക്ഷെ നമ്മള് വീഡിയോ കഴിയുമ്പോ നമ്മള് പറയുന്നത് ദിൽഷ ടാസ്കിൽ തീയായിരുന്നു. എല്ലാ ടാസ്കും ജയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാരാര് ഡോമിനേറ്റിംഗ് ആയിരുന്നു. ഈവൻ ജിൻഡോ അടക്കം ടാസ്ക് നോക്കുന്ന സമയത്ത് തൂക്കിയടിയാണ് ജിൻഡോ ഒക്കെ ടാസ്കില് കത്താണ്. അപ്പൊ അങ്ങനെ ടാസ്ക് ജയിക്കാന്നുള്ളത് ടാസ്ക് പൊളിച്ചു കളയല്ലേ, അവിടെയാണ് ഇത് ഇറലവന്റ് ആവുന്നത്. അവിടെ ഈ ടാസ്ക് പൊളിയുന്നതോട് കൂടി എന്തായി അറിയോ, ബാക്കി ഉള്ളിലെ കണ്ടന്റ് ഡോമിനേറ്റ് ചെയ്യും, ടാസ്കിന്റെ കണ്ടന്റ് കുറയും. അപ്പൊ PR ഒന്നും കൂടി സുഖമായി. അപ്പൊ ഒരു ടാസ്കും ജയിക്കണ്ട, ടാസ്ക് കൂടിയുള്ള കണ്ടന്റും കൊടുക്കണ്ട. ഒരാൾക്ക് അവിടെ പോയിട്ട് ഇതിന്റെ കരഞ്ഞിട്ടും മറ്റേ കുൽസിത കഥ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അമ്മായി കളിച്ചിട്ടും അല്ലെങ്കിൽ പറഞ്ഞ മറ്റേ നന്മമരം കളിച്ചിട്ടും അല്ലെങ്കിൽ കുലസ്ത്രീ കളിച്ചിട്ടും കുലപുരുഷൻ കളിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാ, സുഖമായിട്ട് അവിടുന്ന് കപ്പും കൊണ്ട് പോരാന്നാണ് ഇപ്പൊ ഈ സീസണിന്റെ അവസ്ഥ. ഇത് അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ടീം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഒരു വിന്നർ എലമെന്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ടിക്കറ്റ് ഫിനാലെങ്കിലും ഇവന്മാരെ ടാസ്ക് മര്യാദക്ക് കളിക്കുന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതെ, ടാസ്ക് ജയിച്ചവർക്ക് മാത്രം കൊണ്ടേ കൊടുക്കുക, അല്ലാതെ കൊളാക്കി കൊടുത്തിട്ട് ഈ കണ്ടന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുക്കണവര് ആക്കരുത്. കഴിഞ്ഞ എനിക്ക് വരെ ടാസ്ക് കോളാക്കിയെന്നു. ടാസ്ക് കോളാക്കി പറഞ്ഞാൽ അവര് പറഞ്ഞ പോലെ കളിച്ചില്ല എന്നുള്ളൂ. പക്ഷെ ടാസ്കും കഴിഞ്ഞ് ടാസ്കിൽ വിന്നറേയും ഡിസൈഡ് ചെയ്ത് ടാസ്ക് കംപ്ലീറ്റഡ് ആണ് കഴിഞ്ഞല്ലോ, മനസ്സിലായോ? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് എങ്ങനെ കളിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്യണം, അതിലെ ലൂപ്പ് കണ്ടുപിടിക്കുക, നമ്മുടെ താല്പര്യം, നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. ഇത് ടാസ്കേ കംപ്ലീറ്റ് ആവണില്ലല്ലോ, ഒരു ടാസ്കും കംപ്ലീറ്റ് എനിക്കില്ലേ, വേറെ ആർക്കും വേണ്ട, ഇല്ലെങ്കിൽ ആരും കളിക്കണ്ട, എല്ലാവർക്കും പോട്ടെ, ഈ ലൈനാണ് പിടിച്ചോണ്ട്. പിന്നെ ആർക്കും താല്പര്യമില്ല ടാസ്ക് കളിച്ച് ജയിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് ഉണ്ട് ഇവർക്ക്. എപ്പോഴറിയോ, സ്പോൺസർ ടാസ്ക് വരും. അത് സ്പോൺസർ ടാസ്കിന് ചത്ത് കളിക്കും. സ്പോൺസർ ടാസ്കിന് മരിച്ച് കളിച്ച് കുറെ സാധനങ്ങൾ അതിന് മരിച്ച് കളിക്കുവരും. അല്ലാത്ത ടാസ്ക് ഒന്നും വേണ്ട, താല്പര്യമില്ല, ഒന്നും താല്പര്യമില്ല അവസ്ഥ. എന്താണെങ്കിലും കൊള്ളാം. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ പറയാ, 2 ദിവസം കൊണ്ട് എന്തായി, ക്രൈമോള് ബാക്ക് ടു ട്രാക്ക് ആയതുകൊണ്ട് കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കണ്ടന്റ് നമുക്ക് കിട്ടും. ഈ കണ്ടന്റ് മാത്രം എന്താ വരുത്, ഒരു ഡിസൈഡിങ് ഫാക്ടർ ആക്കി മാറ്റരുത് നിങ്ങൾ. ഇതിന് ഈ ബിഗ് ബോസിന് ഒരു പാറ്റേണിൽ ഈ ടാസ്ക് കളിച്ച് ജയിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പൊ കണ്ടന്റും ടാസ്കും ഒക്കെ ഈക്വലി ഡെലിവർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, വോട്ട് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റും. PR-ന്റെ വോട്ട് അനുസരിച്ചിട്ടാണ് അവസാനം PR ജയിപ്പിക്കുന്ന ആളെ ജയിപ്പിക്കുന്നുള്ള മാത്രമേ കണ്ടറിയാനുള്ളൂ ഈ ബിഗ് ബോസ്. ഏതോ PR ജയിപ്പിക്കുന്ന ആളെയാണോ എനിക്ക് ജയിച്ച് മുന്നിക്ക് എത്തുന്ന ആളെയാണോ ഇനി ബിഗ് ബോസ് ജയിപ്പിക്കാന്ന് കണ്ടറിയണം എന്നറിയാം.
എന്തായാലും കൊള്ളാം, കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ. അതെ. ഇനി നാളെ അനുമോള്, ആര്യൻ, ജിസേൽ. അനുമോളിന്റെ ആണ് കാണേണ്ടത്. അല്ല, ആര്യന്റെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാല്. അനുമോളുടെ വേറെ സൈഡ് കരച്ചിൽ സാധനം നിൽക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്റെ വീട്ടുകാരും പറഞ്ഞ ആരെങ്കിലും കൊണ്ടുപോയി താല്പര്യത്തില്ല അതിലും വരുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് പരിപാടികൾ നിർത്തട്ടെ.